വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് ഇന്ന് മുരളീധരൻ ആണയിട്ട് അടിവരയിട്ട് കൊടികുത്തി ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്തിനാണ് എന്നല്ലേ, അതിലേക്ക് വരാം. കൊണ്ടുപിടിച്ച ചർച്ചകളാണ് ആരാണ് മുഖ്യമന്ത്രി എന്നതിനെ ചൊല്ലി കേരള രാഷ്ട്രീയത്തിൽ അരങ്ങേറുന്നത്. എന്തായാലും കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 90 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ ഗോവിന്ദൻ മാഷിനെയോ 11 സീറ്റുകൾ കിട്ടുമെന്ന് വീമ്പ് പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെയോ ആരെയും തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നത് വളരെ ശരിയുള്ള കാര്യമാണ്. പക്ഷേ അവിടെയാണ് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി ആകട്ടെ, അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെ സുധാകരനും സന്ദീപ് വാര്യരും റോജിയും ജോണും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കളം നിറയുന്നുണ്ട്. സത്യത്തിൽ വി ഡി സതീശൻ ഉന്നമിട്ടുകൊണ്ടുള്ള ഒരു പറച്ചിൽ തന്നെയാണ് ഇത് എന്ന് ഏവർക്കും അറിയാം. അവിടെ കെ മുരളീധരൻ പറയുന്നതാണ് അതിന്റെ ശരി, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന്. അല്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ കോൺഗ്രസ് വിജയിച്ചു വന്നാൽ നേതാക്കൾ തമ്മിലുള്ള ബന്ധം അത് തമ്മിൽ തല്ലുമായിരിക്കും. ആ തമ്മിൽ തല്ല് കാരണം ഒരു ചുക്കും നേരെ ചൊവ്വെ നടക്കില്ല എന്നൊക്കെ ചൊല്ലുണ്ട്. അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ വെറുതെ എന്തിനാണ് കൊണ്ടുപിടിച്ച് ഇത്തരം വിവാദ ചർച്ചകൾ നടത്തുന്നത്? മെയ് 4 വരെ കോൺഗ്രസ് നേതാക്കളെ നിങ്ങളൊന്ന് ക്ഷമയോടെ കാത്തിരിക്കണം. അതിനുശേഷം നിങ്ങളുടെ പാർട്ടിയിലെ ജനാധിപത്യപരമായ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് നിങ്ങൾ വലിച്ചിട്ടോളൂ. അതുവരെ അത് വലിച്ചിടാതെ നിങ്ങൾ നോക്കണം. ടീം UDF ഞങ്ങൾ ഒറ്റക്കെട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഞ്ചും വിരിച്ച് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിത്തിരിച്ച ഓരോ നേതാക്കൾക്കും കൂട്ടായ ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യത്തിൽ. ഈ പരസ്യമായ വെല്ലുവിളി ഒഴിവാക്കണം. കാര്യങ്ങൾ ഹൈക്കമാൻഡിന് വിടണം. അല്ലാതെ സ്വന്തം പല്ലിൽ കുത്തി മണപ്പിക്കാൻ നടക്കരുത്. വോട്ട് ഇപ്പോഴും പെട്ടിയിലാണ്. ആ ബോധ്യമുണ്ടായിരിക്കണം. കാറ്റ് എങ്ങോട്ട് വീശുമെന്നറിയാതെ മനക്കോട്ട കെട്ടുകയും ചെയ്യരുത്. അതുകൊണ്ടാണ് കെ മുരളീധരൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറയാനും കാരണം. മുരളീധരന്റെ വാക്കുകളിലേക്കും ഒപ്പം ഈ വിഷയത്തിൽ പ്രതികരിച്ച കെ സി വേണുഗോപാലിന്റെ പ്രതികരണവും ഒന്ന് കാണാം. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഈ കെ സിയുടെ പേര് ഉയർന്നു വരുന്നത് തന്നെ ചിലർ അതൊരു അനുചിതമാണെന്ന് പറയുന്നത്. അദ്ദേഹം മത്സരിക്കാത്ത ഒരാളാണ്. അല്ല, അതിനെക്കുറിച്ച് ഇപ്പൊ ചർച്ച വേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനത്തെ ഒരു പേര് വന്നിട്ടില്ലല്ലോ. ഇപ്പൊ ആരുടെയും പേരില്ല. ഇലക്ഷൻ 4-ാം തീയതി ഇലക്ഷന്റെ പൂർണ്ണ റിസൾട്ട് വന്നതിന് ശേഷം വേണം ഇക്കാര്യങ്ങൾ ആലോചിക്കാൻ. അല്ല, അതിലിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു സെന്റൻസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സംഘനൃത്തമാണ്, എല്ലാവരും ഒരുമിച്ച് നൃത്തം ചെയ്യേണ്ട സമയത്ത് ആരും സിംഗിളായിട്ട് നൃത്തം ചെയ്യരുത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ് ഞാൻ എല്ലാവരും ഒന്ന് ഉറപ്പിക്കുകയാണ്. അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിലിപ്പം 3 പേര് ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദങ്ങൾ ഉന്നയിക്കാം. പാർട്ടിക്ക് അതിന്റെ നടപടിക്രമങ്ങളുണ്ട്. അപ്പൊ അതുവരെ കാക്കുന്നതിന് പകരം പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ കെ സുധാകരൻ, റോജി എം ജോൺ, അങ്ങനെയുള്ള ഒരുപാട് നേതാക്കൾ കെ സിയെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായി പോസ്റ്റ് ചെയ്യണം. അതൊരു അനുചിതമായി പോയി. അത് ഏതെങ്കിലും നേതാക്കന്മാരെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ പോസ്റ്റ് ഇടുന്നത് ആര് ചെയ്താലും ശരിയല്ല. കാരണം ഇതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് MLA-മാരുടെ യോഗം ചേർന്ന് വേണം പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കാൻ. അതിനൊക്കെ അതിൻ്റെതായ വഴിയുടെ 4-ാം തീയതി ഒരു 4 മണിയാകുമ്പോഴേക്കും അതിൻ്റെ ഫുൾ റിസൾട്ട് വരുമല്ലോ. അതിനുശേഷം അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഡേറ്റുകളൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിന് ഇപ്പോഴേ നമ്മൾ കയറി ബഹളം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കെ സി വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ പേരോട് ഉൾപ്പെട്ട് വരുമ്പോൾ അദ്ദേഹം തന്നെ അതിനൊരു സ്റ്റോപ്പ് ഇടേണ്ടതല്ലേ ഇത്തരം? അല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കമാൻഡ് തന്നെ അക്കാര്യത്തിൽ നിർദ്ദേശം കൊടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് ഇത്തരം ചർച്ചകൾ വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് അതൊരു അവമതിപ്പുണ്ടാക്കുന്ന, അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാര്യം. അതാണ് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഈ കെ സിയുടെ പേര് ഉയർന്നു വരുന്നത് തന്നെ ചിലർ അതൊരു അനുചിതമാണെന്ന് പറയുന്നത്. അദ്ദേഹം മത്സരിക്കാത്ത ഒരാളാണ്. അല്ല, അതിനെക്കുറിച്ച് ഇപ്പൊ ചർച്ച വേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനത്തെ ഒരു പേര് വന്നിട്ടില്ലല്ലോ. ഇപ്പൊ ആരുടെയും പേരില്ല. ഇലക്ഷൻ 4-ാം തീയതി ഇലക്ഷന്റെ പൂർണ്ണ റിസൾട്ട് വന്നതിന് ശേഷം വേണം ഇക്കാര്യങ്ങൾ ആലോചിക്കാൻ. പിന്നെ ഇലക്ഷൻ്റെ എന്ന് പറഞ്ഞാൽ ടീം UDF ആയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പങ്കുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് 2ാമത്തെ ഘടകകക്ഷിയാണ്. അവർക്ക് മാക്സിമം അവർക്ക് 20-22 സീറ്റ് കിട്ടുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കെല്ലാം പങ്കില്ലേ വിജയത്തിൽ. അതാണ് ടീം UDF. അതാണ് ഞങ്ങൾ ആദ്യം മുതൽ എടുത്തിട്ടുള്ള തീരുമാനം. അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് രാജ്യത്തിൻ്റെ ഏറ്റവും ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തെ ബാധിക്കുന്ന വിഷയമാണ്. എനിക്കറിയില്ല എത്രമാത്രം മാധ്യമങ്ങൾ അതിനെ ഗൗരവമായിട്ട് കണ്ടിട്ടുണ്ട് ഈ ബില്ലിന്. ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ അതിന് ഉപയോഗിക്കുന്നത് അങ്ങനെയാണല്ലോ ദേശീയ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ട്. അതും വനിതാ സമ്മേളനത്തിന് നമ്മുടെ 2023 പാസ്സാക്കിയിട്ട് 3 വർഷക്കാലം അത് വെച്ചുകൊണ്ടിരുന്ന ഗവൺമെൻറ്റിന് ഒരു കുഴപ്പമില്ല. 543 അംഗ സഭയിൽ 1/3 അപ്പോൾ തന്നെ ചെയ്യാത്ത ഗവൺമെൻറ്റിന് ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ആ കുഴപ്പം. ഈ രാജ്യത്തെ ബാധിക്കുന്ന, ജനാധിപത്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം
നിലനിൽക്കുമ്പോൾ അത്തരം ചർച്ചകളിലൊന്നും ഞാൻ തൽപരനല്ല. ഞാൻ ഈ മുൻപേ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളോ അതുപോലെ ചർച്ചകളോ നെഗറ്റീവോ പോസിറ്റീവോ ചർച്ചകളോ ഒന്നും അല്ല ഇത്തിരി കാര്യം. കോൺഗ്രസ് 4-ാം തീയതി ഫലം വരട്ടെ, 4-ാം തീയതി ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. അതില്ലാത്ത ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് എനിക്ക് അവരോടാണ് പറയാനുള്ളത്. ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഞാനതിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ആസ് എ പാർട്ടിമാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 4-ാം തീയതി റിസൾട്ട് വരെ ജനങ്ങൾ നമുക്ക് അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. ആ ഉറച്ച വിശ്വാസത്തിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക, അതിനപ്പുറം വേറെ ഒന്നുമില്ല. അല്ല, ഇതിന് മാത്രമാണോ ചോദ്യം? ഞാൻ ഈ കാര്യത്തിൽ ഇത്രയും പറഞ്ഞു. അല്ല, ഞാൻ പറയുന്നല്ല, ഓരോരാൾക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹം സീനിയർ. ഞാൻ പറയുന്നത് പരസ്യ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കലാണ് നല്ലത് എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതിപ്പം കെ സുധാകരൻ മാത്രമല്ലല്ലോ, ആരായാലും ഞാൻ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ പറയേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ വേണ്ട ഇത്തരം ചെയ്ത കാര്യങ്ങൾ അങ്ങനെയാണ്. ചില മാധ്യമങ്ങളൊക്കെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ചർച്ച ചെയ്ത് എന്നെക്കുറിച്ച് ചർച്ച ചെയ്തതിനെക്കുറിച്ച് പ്രവർത്തനങ്ങളിൽ വിഷമമില്ലേ? ഇല്ലേ? നമ്മൾ വട്ടപൂജ എന്നൊക്കെ പൂജ ആയിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ? ഈ വിമർശനമൊക്കെ കേട്ടോണ്ട് ചില അവരാണ് തീരുമാനിക്കുന്നത്, അവർ തീരുമാനിക്കട്ടെ. ഓ, അത് ശരി. സഹോദര, ഞാൻ പറഞ്ഞു കൃത്യമായിട്ട്, വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ഈ റിസൾട്ട് കാണിച്ചാൽ ഇതിനകത്ത് ഞാൻ എൻ്റെ കൃത്യമായ കാര്യം പറഞ്ഞു. നമ്മളെല്ലാവരും പാർട്ടിക്കാരാണ്, ഞങ്ങൾ നേതാക്കന്മാരെല്ലാം പരസ്യമായിട്ടും യോജിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ആ പ്രവർത്തിക്കുന്ന യോജിപ്പ് ഇപ്പോഴുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ഭയങ്കര ഉരുൾപൊട്ടലുണ്ടാവും തിരഞ്ഞെടുപ്പിന് മുമ്പ്. ഇതായിരുന്നു നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയം വന്നാൽ ഭയങ്കര ഉരുൾപൊട്ടലുണ്ടായിരിക്കും, വലിയ കലാപമായിരിക്കും ഉണ്ടാകുമ്പോൾ. കേരളത്തിൽ ഒന്നും ഉണ്ടായില്ലല്ലോ. ഇത്തിരി സ്മൂത്തായിട്ട് എല്ലാവരും യോജിച്ച് നടക്കും. അതുപോലെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും. പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ട്, അതനുസരിച്ച് പാർട്ടിക്ക് വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ട്, നേതാക്കന്മാരുമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും. ഇതെല്ലാം കൂടിയിരുന്നിട്ട് ഒന്നിച്ചിരുന്ന് തീരുമാനം എടുക്കും. അതൊന്നും ബേശാറും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരം പൊതു ചർച്ചകൾ ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ശരി. നിങ്ങൾക്ക് ഇതിൻ്റെ ചോദ്യം കെ സുധാകരനെ കുറിച്ച് അല്ലല്ലോ ഞാൻ പറഞ്ഞത്. കെ സുധാകരൻ ഇന്നലെ ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്കപ്പോൾ ഈ ഡീലിമിറ്റേഷനെ കുറിച്ച് ഒരു താല്പര്യമില്ല. അതാണ് ഉദ്ദേശം, എനിക്ക് മനസ്സിലായി. ആ ചർച്ചകൾക്ക് ഒരു താല്പര്യമില്ല. ചർച്ച വീണ്ടും കോൺഗ്രസിനകത്തെ ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം ചോദിക്കാൻ വന്നിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഇതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സാഹചര്യത്തിൻ്റെ പ്രാധാന്യമില്ലേ? സാഹോദര്യത്തിൻ്റെ ഒരു പ്രാധാന്യമില്ലേ സഹോദര? സാഹോദര്യത്തിൻ്റെ ഒരു പ്രാധാന്യമില്ലേ? ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നത്, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് എന്താണ്? പാർലമെൻറ്റിൽ ഇത്ര തിടുക്കപ്പെട്ട ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുക. 2 സ്റ്റേറ്റിൽ ഇലക്ഷൻ പോകുമ്പം അവിടുത്തെ MP-മാർക്ക് പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ വിളിച്ചു കൊണ്ടുവരിക. എന്നിട്ട് വലിയ കാര്യം നടക്കുമ്പോൾ നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നം എങ്ങനെ കുത്തിയുറപ്പിക്കാൻ പറ്റുന്നത്? അല്ല, ഞാൻ പറഞ്ഞ ഞാൻ എല്ലാവരോടും പറയുന്നത് തന്നെയാണ്. നേതാക്കന്മാരെല്ലാം വളരെ വളരെ സീനിയർ നേതാക്കന്മാരാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് ചർച്ച ചെയ്യുന്നത് അതിനോട്ട് പോകും, ഒന്നിച്ച് മുന്നോട്ട് പോകും.